നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പദ്ധതിയുടെ നിർമ്മാണത്തിൽ തികച്ചും വ്യത്യസ്തമായൊരു സമീപനമാണ് അതിൻ്റെ നിർമ്മാതാക്കൾ സ്വീകരിക്കുന്നത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള ശേഷിക്ക് മാത്രം മുൻഗണന നൽകുന്നതിന് പകരം ഈ യുദ്ധവിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കുന്നതിനും ആസൂത്രകർ തുല്യ പ്രാധാന്യം നൽകുകയാണ്. ആധുനിക യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ചകളിൽ ഇത്തരമൊരു സമീപനം വളരെ അപൂർവമായി മാത്രമായിട്ടാണ് കാണുന്നത്. പൊതുവെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ വിലയിരുത്തുന്നത് അവയുടെ സൂപ്പർ ക്രൂയിസ് വേഗത, അത്യാധുനിക സെൻസർ സംവിധാനങ്ങൾ, റഡാറിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കഴിവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും ഇത്തരം അത്യാധുനിക വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അതീവ സങ്കീർണവും ചിലവേറിയതുമാകാറുണ്ട്. ഈ പോരായ്മ പരിഹരിച്ചുകൊണ്ട് ഏത് യുദ്ധ സാഹചര്യത്തിലും എളുപ്പത്തിൽ പരിപാലിക്കാനും എയർക്രാഫ്റ്റ് ഡൗൺ ടൈം കുറയ്ക്കാനും സാധിക്കുന്ന തരത്തിലാണ് AMCA വികസിപ്പിക്കുന്നത്. എങ്കിലും ഇത്തരം വിമാനങ്ങളെ എപ്പോഴും സജ്ജമാക്കി നിർത്തുന്നത് അല്പം കഠിനവും വെല്ലുവിളി നിറഞ്ഞതുമാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ പദ്ധതികൾ തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയുടെ F-35 യുദ്ധവിമാനം അതിൻ്റെ റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന കോട്ടിങ്ങുകളുടെ സൂക്ഷ്മത, സങ്കീർണമായ സോഫ്റ്റ്വെയർ പിഴവുകൾ, സപ്ലൈ ചെയിൻ തടസ്സങ്ങൾ എന്നിവ കാരണം ദൗത്യങ്ങൾക്കായി പൂർണ്ണ സജ്ജമാകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. വ്യോമസേന സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവും ഒരേ സമയം രണ്ട് അതിർത്തികളിൽ നിന്നുണ്ടായേക്കാവുന്ന യുദ്ധഭീഷണി നേരിടുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ സമയത്തിന് ലഭ്യമാകാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതിനെ തുടർന്ന് എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയോടെയാണ് AMCA നിർമ്മിക്കുന്നത്. 2024 ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകരിച്ച 15,000 കോടി രൂപയുടെ ബജറ്റിൻ്റെ പിൻബലത്തിൽ നിർമ്മിക്കുന്ന AMCയുടെ പ്രധാന ലക്ഷ്യം വിമാനങ്ങൾ പരമാവധി സമയവും പ്രവർത്തന സജ്ജമാക്കി നിർത്തുക എന്നത് തന്നെയാണ്. സ്മാർട്ടും ഡിജിറ്റലുമായ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സെൽഫ് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ ദൗത്യങ്ങൾക്ക് സജ്ജമായ വിമാനങ്ങളുടെ ലഭ്യതാ നിരക്ക് 75% എന്ന ആഗോള നിലവാരത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ലോകത്തിലെ പല അത്യാധുനിക 5ാം തലമുറ വിമാനങ്ങളും സങ്കീർണമായ അറ്റകുറ്റപ്പണികൾ കാരണം ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ AMCയുടെ ഉയർന്ന ലഭ്യതാ നിരക്ക് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പോരാട്ടവീര്യം വർദ്ധിപ്പിക്കും. അറ്റകുറ്റപ്പണികൾക്കായി വേണ്ടിവരുന്ന സമയം ഗണ്യമായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് അഥവാ IVHM സംവിധാനമാണ് ഈ പുതിയ തന്ത്രത്തിൻ്റെ പ്രധാന അടിത്തറ. പരമ്പരാഗതമായി ഒരു നിശ്ചിത കലണ്ടർ തീയതിയോ പറന്ന മണിക്കൂറുകളെ അടിസ്ഥാനമാക്കിയാണ് യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താറുള്ളത്. എന്നാൽ AMCയിൽ ഈ രീതി പൂർണ്ണമായി മാറും. വിമാനത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ തത്സമയം നിരീക്ഷിച്ച് ആവശ്യാനുസരണം മാത്രം അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രവചനാത്മക രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വിമാനത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ തത്സമയം നിരീക്ഷിച്ച് ആവശ്യാനുസരണം മാത്രം അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ സംവിധാനത്തിൻ്റെ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ ട്വിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന പുതിയ ഫ്ലൈറ്റ് ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. വിമാനത്തിൻ്റെ കൃത്യമായ ഒരു ഡിജിറ്റൽ പ്രതിരൂപം കമ്പ്യൂട്ടർ ശൃംഖലയിൽ സൃഷ്ടിക്കുന്ന സാങ്കേതികവിദ്യയാണിത്. വിമാനത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള ഡേറ്റ വിശകലനം ചെയ്യാനും അതിൻ്റെ ഭാഗങ്ങൾ എപ്പോഴാണ് പ്രവർത്തനരഹിതമാകുക എന്ന് മുൻകൂട്ടി പ്രവചിക്കാനും AMCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയും. പറക്കലിനിടയിൽ വിമാനത്തിനകത്തെ സെൻസറുകൾ ചെറിയ കമ്പനങ്ങളും താപനില വ്യതിയാനങ്ങളും പവർ വ്യതിയാനങ്ങളും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു നിശ്ചിത ഭാഗം കേടാകുന്നതിന് മുമ്പ് തന്നെ അതിലുണ്ടാകുന്ന പോരായ്മയുടെ ലക്ഷണങ്ങൾ ആദ്യം തന്നെ കണ്ടെത്താൻ AI ടൂളുകൾക്ക് സാധിക്കും. ഇതുവഴി വിമാനം നിലത്തിറക്കുന്ന ഉടൻ തന്നെ ഏത് ഭാഗത്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഗ്രൗണ്ട് ക്രൂവിന് കൃത്യമായ വിവരം ലഭിക്കുന്നു. വിമാനത്തിലെ ഹൈഡ്രോളിക് പമ്പ് അസാധാരണമായി വൈബ്രേറ്റ് ചെയ്യുന്നത് പോലുള്ള എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടായാൽ പോലും AMCയിലെ പുതിയ സംവിധാനം അത് തത്സമയം കണ്ടെത്തുകയും ഗ്രൗണ്ട് ക്രൂവിന് ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ഇതിലൂടെ വിമാനം ആകാശത്തായിരിക്കുമ്പോൾ തന്നെ റൺവേയിൽ ഒരു പുതിയ ഭാഗം സജ്ജമാക്കി വെക്കാൻ സാങ്കേതിക വിദഗ്ധർക്ക് സാധിക്കുന്നു. വിമാനം നിലത്തിറങ്ങുന്ന നിമിഷം തന്നെ കേടുപാടുകൾ തീർക്കാൻ ഇത് സഹായിക്കും. കൃത്യമായി മണിക്കൂറുകൾ പറന്നതിന് ശേഷമോ അല്ലെങ്കിൽ പ്രകടമായ തകരാറ് കണ്ട ശേഷമോ മാത്രം അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പരമ്പരാഗതമായ രീതിയിൽ നിന്നുള്ള ഒരു വലിയ മാറ്റം തന്നെയാണിത്. സമയലാഭമാണ് ഈ സാങ്കേതിക വിദ്യയിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രത്യേകത. ഒരു സെൻസറോ മറ്റ് കമ്പ്യൂട്ടറിംഗ് സംവിധാനങ്ങളോ പ്രവർത്തനരഹിതമായാൽ വിമാനത്തിലെ ഹെൽത്ത് സിസ്റ്റം ഏത് മൊഡ്യൂളിലാണ് തകരാറെന്ന് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കും. ഇതിലൂടെ സങ്കീർണമായ വയറിംഗ് പരിശോധനകൾക്കായി വിമാനം മുഴുവനായി കയറ്റുന്നതിന് പകരം റൺവേയിൽ വെച്ച് തന്നെ തകരാറിലായ യൂണിറ്റ് വേഗത്തിൽ മാറ്റി സ്ഥാപിക്കാൻ ഗ്രൗണ്ട് ക്രൂവിന് സാധിക്കും. കേടായ ഭാഗം പിന്നീട് സൗകര്യപൂർവ്വം പ്രത്യേക ലാബുകളിൽ എത്തിച്ച് നന്നാക്കാനും സാധിക്കും.